നമ്മളെ കാറ് കേറി മഴ അല്ലേ, നല്ല പൊരിഞ്ഞ മഴ ഗൈസ്. ഇവിടെ ഒരാഴ്ചയായിട്ട് മഴയാണ് ഗൈസ്. നമ്മൾ തീരുമാനിച്ചു നമ്മൾ രേവിൻ്റെ കൂടെ ഇരിക്കാൻ പോകണം. നാളെയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ രേവ് എനിക്ക് കുറേ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ടി നഗറിൽ അടിപൊളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോളിൽ പോയി എനിക്ക് ടാറ്റു അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകണം അല്ലേ. രേവുവിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ് കാണണം, രേവുവിനെയും വിഷ്ണുവിനെയും വെച്ച് റീൽസ് ചെയ്യണം. അപ്പോൾ ഞാൻ വരുന്നത് പറഞ്ഞിട്ട് ഇന്നലെ വിഷ്ണു രേവ കൂടി ഫുൾ വൃത്തിയാക്കി പാവാസൊക്കെ ഉറങ്ങിയിട്ടില്ല എന്നാണ് കൂടി പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ നോക്കട്ടെ, ഞാൻ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ. നീ അങ്ങ് നോക്കണ്ട. രേവുവിൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. എനിക്ക് പൂച്ചനെ ഇഷ്ടമല്ല. എനിക്ക് ഇപ്പോഴേ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൂച്ചനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് വീട്ടില്. ഹേസൽ ഓൾറെഡി പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, നീ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ അത് വന്ന് കടിക്കുന്നൊക്കെ. ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് പേടിയായിട്ട്. നീ കളിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അതും കളിക്കാൻ വരും. തമിഴ്നാട് ചിക്കൻ റൈസ് നമ്മളൊന്ന് കഴിക്കാൻ അല്ലേ, ഭയങ്കര ഫേമസ്. അമ്മയ്ക്ക് വിളിപ്പാണ്, എനിക്ക് വയറിളക്കം വരുന്ന കഴിക്കാം. തമിഴ്നാട് വന്നവർക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ചിക്കൻ റൈസ്. അവിടെ പോയി കഴിഞ്ഞാൽ മിസ് ചെയ്യുന്ന സാധനമാണ്. അതെ, എന്നൊക്കെയാണ് വിളിപ്പാറാണ്. സ്ട്രീറ്റ് ഫുഡ്, തമിഴ്നാട് സ്ട്രീറ്റ് ഫുഡ്. ഇപ്പൊ പാനിപൂരി, കാളൻ, ഇതൊക്കെ നമ്മളൊന്ന് കഴിക്കാൻ പോകുന്നത്. എന്തായാലും ആദ്യം ഞാൻ പോയിട്ട് കിടന്ന് ഉറങ്ങും. ആദ്യം ഉറങ്ങി എണീറ്റിട്ടേ ഇനി എന്നുള്ളൂ. എന്തായാലും നാളെ പോകുന്നുള്ളൂ. അപ്പോൾ ഇനി പോവുക, കിടന്ന് ഉറങ്ങുക. പണ്ട് പൂച്ചനെ വീട്ടിൽ കൊണ്ടുവരുമ്പോ ജനലൊക്കെ പഴിഞ്ഞ് കേറിയിട്ട് തൂങ്ങിക്കിടന്ന് കരയും. ഒരു പാവരുത്, എന്നെ ഇവര് ഇതാക്കി പീഡിപ്പിക്കായിരുന്നു ഇവരെന്നെ. അവിടെ ജനലൊന്നും ഇല്ല തൂങ്ങാൻ, ഫാനിലൊന്നും തൂങ്ങേണ്ടി വരും. ഇപ്പൊ തന്നെ പേടിയാണ്. ഇത്ര നേരം ഞാനൊരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. ഇനി എനിക്ക് ടെൻഷനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രേവുവിൻ്റെ ഫ്ലാറ്റിലേക്ക് വരാം കേട്ടോ. താങ്ക് യു. രേവുവിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. രേവുവിൻ്റെ സെക്യൂരിറ്റി ആണോ? പക്ക തമിഴ്നാട്ടിലേക്ക് വന്ന പോലെ അല്ല, ഞാൻ തമിഴ്നാട്ടിലാണല്ലോ. ലിഫ്റ്റ് എഴുതാ, എനിക്ക് ബുദ്ധിയില്ല പറഞ്ഞ് ഇവള് അതിനെക്കാട്ടിലും മറ്റേ ബോംബെത്തേക്ക് ഫ്ലാറ്റ് പോലെ ഉണ്ട്, അല്ല ലിഫ്റ്റ് പോലെ ഉണ്ട്. മറ്റേ ബ്ലാക്ക് ഇത് വരില്ലേ, ഇത് തന്നെ അടക്കില്ല ആ സാധനം അല്ലേ. നല്ല ഹൈടെക് ലിഫ്റ്റ് ആയതുകൊണ്ട്. ഓ മൈ ഗാഡ്. വേവ് ഇത്ര വലുതായി, അവൾക്ക് ഫ്ലാറ്റൊക്കെ ആയി. വയ്യ. അയ്യോ അയ്യോ, ടെൻഷൻ ആക്കാതെ നീ. ഹേസൽ മോളെ, എനിക്ക് ഇഷ്ടം. ഓ ഇത് തിന്നുവോ ഷൂ സോക്സ് ഒക്കെ? അതല്ല, ഷൂ ഇതൊക്കെ വെക്കാൻ സാസ്കാണോ ചോദിക്കാം. ഏയോന്റെ ഫ്ലാറ്റ് ഇപ്പുറ സൈഡ് കാണിക്കാൻ പറ്റില്ല ബിക്കോസ് ഓഫ് സം പേഴ്സണൽ തിങ്സ്. ഇതെന്താടി നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ആണ് പെട്ടെന്ന് കണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ പൂജിക്കുന്ന പോലെ. ഇത് പൂജയല്ല, ഞാൻ ഇത് എടുത്ത് പുറത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതാ സെന്റഡ് ക്യാൻഡിലാണ്. ഗൈസ് ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടിഫുൾ കപ്പിൾസ്. ഓ ഇതേ അടിയത്ത് കൂടെയൊക്കെ വരുന്നുണ്ട്. അയ്യേ, വരല 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 വരല. നൈസ്. വൗ, ഇതൊക്കെ നീ ഇന്നലെ ഞാൻ വരണ വേണ്ടി വൃത്തിയാക്കിയതാണോ? സത്യം പറ. കാരണം ആരും ഒന്നും ഉണ്ടാക്കറിയാ, അതുകൊണ്ട് കിച്ചൺ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അയ്യേ, ഇതെന്തിനാ എന്നെ നോക്കണ? ഡോണ്ടു ഡോണ്ടു ചാടണു ചാടണു. നമുക്ക് കിടന്നുറങ്ങാം കുറച്ചു നേരം. നമ്മള് നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നു, എന്നാലേ എനിക്കിനി എന്തെങ്കിലും എനർജി.
കിടന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. കുഞ്ഞാറ്റെ കാണാൻ പോണം അല്ലേ? അതെ, കുഞ്ഞാറ്റെ കാണാൻ പോണം, മോളിൽ പോണം, കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, കുറെ പരിപാടികളുണ്ട്. നമുക്കിനി ഉറങ്ങി നീറ്റിട്ട് കാണാം. കുറച്ച് ഇത് സുമോട്ട് ചെയ്യട്ടെ? വേണ്ടല്ലേ, അതിന്റെ ഒന്നും ചെയ്യൊന്നുമില്ല. രണ്ട് പോർഷൻ ആയിട്ടാണ് ചേർത്ത് വെക്കുമ്പോഴാണ് ഗിഫ്റ്റ് എന്താന്ന് അറിയുക. ഇത് കണ്ടൊന്നും മനസ്സിലാവില്ല, അതും കൂടെ വെക്കുമ്പോഴാണ് ഇതാ ആ ഓ നിനക്ക് കരണ്ടുണ്ട. അതെന്റെ മേലെ വെക്കും. എന്തെങ്കിലും കത്തുന്നുണ്ടോ? ഇത് കോഫി കുടിക്കുന്ന മഗ്ഗാണ്. കോഫി മഗ്ഗാണ്, കോഫി മഗ്. ഇഷ്ടായോ ചാദ്രി ചന്ദ്ര? ഹാർഡ് കോർ ഹാരി പോട്ടർ ഫാൻ. ഞാൻ സിൻസിയറായിട്ട് ഫുഡിന്റെ കാര്യം പറയാൻ പറയുമ്പോ ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മളപ്പോ പെട്ടിയൊക്കെ തുറന്നു, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് പോയിരുന്നല്ലേ? ഓർഡർ ചെയ്തോ? വീഡിയോ എടുക്കണടാ. ശരി, ഞാൻ ഫോണ് ചെയ്യാൻ എല്ലാം ഉണ്ടോടാ, നമ്മുടെ അല്ലടാ. ഇട് നാട്ടിക്ക് ഒന്ന് തിന്നാ മതി. இது மட்டும் லைட்டாக ஒன்று பிச்சில் இருக்கும். ഇത് மட்டும் புரியும். ഞങ്ങൾ എല്ലാവരും ഉറക്കം ഇറങ്ങി എണീറ്റു, വീണ്ടും റെഡിയായി. എൻ്റെ മുടി എനിക്ക് സെറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ദേവു ആക്ച്വലി ഗിഫ്റ്റഡ് മീ സംതിങ് ലൈക്ക് ക്യൂട്ടായിട്ടുണ്ട്. എനിക്കത്ര ഇഷ്ടമില്ല, പക്ഷെ അവളെന്നെ കൺവിൻസ് ചെയ്തു എനിക്ക് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ഓക്കെ വയ്ക്കാം വിചാരിച്ചു. അപ്പം ഞങ്ങളിനി ഇവിടെ ഒരു മോളിൽ പോകണം. കുറച്ച് ചുമ്മാ ഒന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കറങ്ങിയിട്ട് ഞങ്ങളുടെ ഏട്ടനോ ഞങ്ങളുടെ കുഞ്ഞാട്ടൻ അവിടെ കാണാൻ പോകണം. അപ്പോൾ ചെന്നൈയിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താ സൗദി അറേബ്യയോ? ഇതല്ല ഉദ്ദേശം. നമുക്ക് പൊടിയാകൊണ്ടിരിക്കാനാണ് പൊല്യൂഷൻ. ഇങ്ങനെ നമ്മൾ സ്കൂട്ടിയിലാണ് പോകണം. ദേവിൻ്റെ കൂടെ സ്കൂട്ടി കയറിയിട്ട് കുറേ ആയില്ലേ? എത്ര വർഷമായി? 8-9 വർഷമായി ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു ജോണി വാക്കർ? ഉള്ള പോയി എല്ലാം പോച്ച്. ഇനി നേരെ കുഞ്ഞാട്ടൻ്റെ അടുത്ത് പോയിട്ട് നിനക്ക് തോന്നുകയാണ് എന്നാ ജീവൻ കൈ പിടിച്ചിട്ട് അവിടെ ഇരിക്കണേ. എല്ലാവരും കൂടി കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. അയ്യോ അപ്പൊ കൂടി അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. Revu being the Chennai girl. എവിടെ രജിതനൊന്ന് കാണിക്ക് മാറ്. ഒരു മിനിറ്റ് നോക്കട്ടെ. രജിത ഒരു ഹായ് പറയോ? എക്സ്ക്യൂസ് മീ രജിത പറയോ?
ആരെ മനസ്സിലായില്ല കണ്ടോ അവൻ പിന്നെ തനിയെ വരുമ്പോ വിചാരിച്ചാ ഇനി ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. പുഷ്പു ഇന്ന് രാത്രി ബസ് കയറിയിട്ട് ബാംഗ്ലൂർക്ക് വരാന്ന് ആലോചിക്കണേ. നമ്മളവിടെ ഇറങ്ങിട്ടോ, മുന്നിലൊരു ബുള്ളറ്റ് പിന്നിലൊരു ബുള്ളറ്റ് വൈബ് ആയിട്ടുണ്ട്. വൈബ് സൗണ്ട്. എന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. പേടിച്ചിട്ട് തന്നെ ആയിരുന്നുണ്ടായിരുന്നു കേട്ടോ. പേടിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പേടിച്ചിട്ട് തന്നെ ആയിരുന്നുണ്ടായിരുന്നത്. കാരണം ഇപ്പുറത്തെ കൂടെ ഒരു വണ്ടി, അപ്പുറത്തെ കൂടെ ഒരു വണ്ടി, ഇങ്ങനെ ഒരു വണ്ടി, അങ്ങനെ ഒരു വണ്ടി, ടാസ്ക് പക്ക. ഞാൻ വിചാരിച്ച് തീരുമാനമായി എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഓക്കെ ആയി. എനിക്ക് ഓട്ടിക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എൻ്റെ പിന്നിലിരിക്കുമ്പോഴൊക്കെ അമ്മയൊക്കെ പണ്ട് പറയാറുണ്ട്, അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഇറ്റ് വാസ് നൈസ്, അടിപൊളിയായിരുന്നു. നമ്മളിനി കിടന്ന് ഉറങ്ങാൻ പോവാണ്. നാളെ ഫുൾ നമ്മൾ ഷോപ്പിംഗ് ആണ്. അപ്പം നാളെ കാണാം. ഞാനേ പേടിച്ചിട്ട് ജീവിക്കണം. അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഇതിനെ പേടിച്ചിട്ട് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മേത്ത് കയറി ഞാനേ ഓടി ഓടി ചാടിയിട്ടൊക്കെ ഞാൻ ഇരിക്കണം. ഇതിലും വേദന എൻ്റെ കിച്ചപ്പ്. നമ്മളിന്നാൽ ചെന്നൈ ടി നഗർ ഒക്കെ കറങ്ങാൻ പോകണം. രാവിലെ നേരത്തെ എണീറ്റ് പോകണം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ ഒന്നും നടന്നില്ല. എണീക്കാൻ തന്നെ ലേറ്റായി. അതിലും എനിക്കിന്ന് കുളിക്കാൻ പോലും പറ്റിയിട്ടില്ല. ലീവ് കുളിക്കാൻ പോയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. അതുകൊണ്ട് ഒരു കാര്യം നടന്നില്ല. അപ്പം ഞാൻ തന്നെ മനസ്സിലാക്കി ഞാൻ റെഡി ആവാം, അവൾ വരുമ്പോഴേക്കും വിചാരിച്ചു. ഞാൻ റെഡിയായി. അവൾ റെഡിയായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഒരു വെജിറ്റേറിയൻ ഫുഡിൽ കഴിച്ച് തുടങ്ങാം എന്ന് നമ്മൾ വിചാരിച്ചു. A to B എൻ്റെ വെരി ഫേമസ് അടയാർ ആനന്ദ് ഭവൻ അല്ലേ? യെസ്. സോ പണ്ടൊക്കെ നമ്മൾ കുറേ സ്വീറ്റ്സൊക്കെ അവിടെ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി വെജിറ്റേറിയൻ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ടി നഗറിൽ പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കും. ദാറ്റ്സ് ദ പ്ലാൻ. ആൻഡ് ഹിയർ ഈസ് മൈ ബ്രദർ-in-law. പ്ലീസ് മീറ്റ് മൈ ബ്രദർ-in-law വിഷ്ണു രാജ്. ജിമ്മനാണ് ഗൈസ് കണ്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ നിൽക്കാം. വേവിനെ കാണിച്ചു. സ്വന്തം മണിയായി ചെറുപ്പമുണ്ട്. ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വേറെ ബുജ്ജി ലുക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. അവർക്ക് 5 വയസ്സിക്ക് ബുദ്ധിയില്ല. Come on, let's go. അത് ഇതാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഗൈസ്. എൻ്റെ ഞാൻ റൈസ് വേണ്ട വിചാരിച്ചാൽ ഐ എം ഓൾവേസ് എൻഡിങ് അപ്പ് ഇൻ റൈസ്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നാലേ എനിക്കിതൊക്കെ കഴിക്കാൻ പറ്റുന്നു. ദിസ് ഈസ് ചെന്നൈ സ്പെഷ്യൽ മീൽ. ഇത് മറ്റേ പഴയ ജോധ അക്ബറിലൊക്കെ ഋത്തിക് റോഷനൊക്കെ ഫുഡ് കഴിക്കണ പറഞ്ഞിട്ട് ഇത്രയും മീൽസൊക്കെ ഞാൻ കഴിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നാലില്ലേ വലിയ 2 ലഡ്ഡു. അപ്പുറത്ത് എനിക്ക് എന്നെ മാത്രം ഇട്ടാൽ ലഡ്ഡു. സോ എക്സൈറ്റഡ്. എന്ത് തുടങ്ങണം എനിക്ക്. ഇതാണ് അന്ന് വെല്ലാൻ പറഞ്ഞു. ശരിയാ, നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലേ. വെരി ഷാർപ്പാ. കണ്ടു.
എനിക്ക് ആക്ച്വലി എല്ലാം കണ്ടിട്ട് ആകെ ഭയങ്കര ഇതൊന്നും മറ്റേ വെള്ളിക്കടയിൽ പോയില്ല പാത്രങ്ങളുടെ തള്ളി നിൽക്കണം. അമ്മേനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ അമ്മ വന്നില്ല. അമ്മയ്ക്കൊന്നും ഇഷ്ടാവില്ല. നമ്മള് കല്യാണത്തിനുള്ള ഷോപ്പിംഗ് ആണ് നോക്കണേ. ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായോ മാത്രം ഇട്ട് കഴിഞ്ഞാ പിന്നെ ഇനിയിപ്പോ ഒരു മെറൂൺ സിക്സർ എടുക്കല്ലേ? ഇല്ല മെറൂൺ ഇല്ല, നമ്മൾ പച്ചയാണ് എപ്പോഴാണ് ഗോൾഡൻ നന്നായിട്ട് ഉറപ്പാണോ? ഇത് നീ ഞാനല്ലേ പേ ചെയ്യണ. ഏതെടുക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ അത്രയ്ക്ക് ഷോപ്പിംഗ് പോളിക്കല്ല, എനിക്ക് അങ്ങനെ എടുക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ എനിക്ക് പണ്ട് ഡ്രസ്സ് എടുത്ത് തരാണെങ്കിൽ ഒന്നുകിൽ രേവു അല്ലെങ്കിൽ അമ്മയായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഞാൻ അവിടെ ചെയറിൽ എവിടെയെങ്കിലും ഇരിക്കുള്ളൂ. പണ്ടേ ഞാൻ അങ്ങനെയാണ്. ഇപ്പോഴും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. എനിക്കങ്ങനെ ഇഷ്ടമില്ല. എന്തെങ്കിലും ഓൺലൈനിലൊക്കെ എനിക്ക് ഇഷ്ടമായ ഞാൻ എടുക്കുന്നല്ലാണ്ട് അത്രയ്ക്കൊരു ഇതല്ല. നമ്മൾ ഷോപ്പിംഗ് ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. എനിക്ക് ഹൽദി കളർ ഡ്രസ്സ് കിട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് അതിടാൻ. ഇതിന് ഭയങ്കര ഇഷ്ടമായി. ബ്ലൂ വൈബായിണ്ടടി. ഭയങ്കര റഷുള്ള ഏരിയ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? വളരെ എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമല്ല കേസ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് അങ്ങനെ വലിയ ആ സീനൊന്നും എനിക്കില്ല. നന്ദു ആണെങ്കിൽ കുറച്ചുകൂടി അവൾ 5 രൂപയ്ക്ക് 500 രൂപയുടെ സാധനം ഇടും. എനിവേ നൈസായിരുന്നു, കുഴപ്പമില്ല. தம்பி இன்னைக்கு ஷாப்பிங் எப்படி இருந்தது? டயர்டா இருந்துச்சு. எங்கூட ஷாப்பிங் பண்ணி நந்து கூட ஷாப்பிங் பண்ணி எங்கூட ஷாப் பண்ணி லைக் ரெண்டு பேரும் கூட ஷாப் பண்ணும்போது டயர்ட் ஆயிடுச்சு. ഞാൻ അതൊന്നും എടുത്തില്ല കേസിലും വെറുതെ പറയുന്നു. നൈസായിരുന്നു. അവൻ നിനക്കൊന്നും വാങ്ങില്ലല്ലോ? രേവുവിന്റെ ബാർഗനിങ് സ്കിൽസ് രേവുവിന്റെ 380 ബാഗ് ഒറ്റയടിക്ക് അവള് 300 തരുമോന്ന് അവരെ അന്തം വിട്ടു. ഒരേ 300 തരുകയാണെങ്കിൽ 300 തരുകയാണെങ്കിൽ വാങ്ങിക്കല്ലേ വാങ്ങിക്കില്ല. അവർ പിന്നെ കടയ്ക്ക് വിളിച്ചു വരും, മാഡം വരെ ഉള്ളിൽ പോയി സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ കൊണ്ടുവരുന്നത്. എന്താണ് എത്രയാണ്? 330. നിങ്ങളെ കൂടെ എല്ലാം തളർത്തിയപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. ഇതൊരു നല്ല ക്വാളിറ്റിയാണ് രേവു. ഞാൻ ലണ്ടനിൽ ഇവിടേക്ക് വന്ന അത്ര പോലും 10 മണിക്കൂർ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ ബസ്സിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് 12 മണിക്കൂർ ഞാൻ ഇരിക്കണം. ദൂരം എനിക്കറിയാം. ട്രെയിനിലാണെങ്കിൽ 8 മണിക്കൂറേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് എടുത്താൽ മതിയായിരുന്നു തോന്നുന്നു. പക്ഷെ ഇനിയിപ്പോൾ കുഴപ്പമില്ല. പിന്നെ എന്താ രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല. കയറി ഒരു സിനിമ കണ്ട് കിടന്നുറങ്ങി രാവിലെ ആകുമ്പോഴേക്കും 6 മണിക്ക്
മണിക്ക് എത്തും. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പം വലിയ പിന്നെ കിടന്ന് പോവാം, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ്. പക്ഷെ എന്നാലും സമയം ആലോചിക്കുമ്പോൾ 12 മണിക്കൂർ അങ്ങനെ. ബട്ട് നൈസ്, അടിപൊളിയായിരുന്നു. താങ്ക് യു രേവുവും വിഷ്ണുവിൻ്റെ കൂടെയുള്ള ചെന്നൈ ഡേയ്സ് ബസ് അടിപൊളിയായിരുന്നു. ഇനി ഇവര് ലണ്ടനിൽ വരട്ടെ, നമുക്ക് പൊളിക്കാം അല്ലേ രേവു? അപ്പൊ എത്രയും പെട്ടെന്ന് രേവും വിഷ്ണുവും ലണ്ടനിൽ എത്തട്ടെ. ഫിംഗേഴ്സ് ക്രോസ്ഡ് അല്ലേ, എല്ലാം ശരിയായിട്ട് പെട്ടെന്ന് എത്തട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മളിങ്ങനെ ഇന്നലെ തൊട്ട് നമ്മളിങ്ങനെ പ്ലാനിങ് ആണ്, ഇന്നലെ തൊട്ട് തുടങ്ങിയ പ്ലാനിങ് കേട്ടോ. ഇപ്പോഴും തുടങ്ങിയൊരു പ്ലാനിങ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മീ. 2 days എന്നെ സൂപ്പറായിട്ട് വരുന്നു. ഭയങ്കര കഷ്ടം. നമ്മളിനി ലണ്ടനിലല്ലേ, സെറ്റ് ആക്കണം, നമ്മൾ നടത്തണം. അതല്ല, നെക്സ്റ്റ് ഇനി അടുത്ത മെയിൻ മീറ്റ് എന്ന് പറയുന്നത് ലണ്ടനിലാണ് അല്ലേ. പക്ക അവിടെ തന്നെ ഉണ്ടാവുള്ളൂ നമ്മള് എത്രയും പെട്ടെന്ന്. അപ്പോൾ അതോടെ എൻ്റെ ചെന്നൈ ഡേയ്സ് കഴിഞ്ഞു ഗൈസ്. ഇനി ബസ് കയറിയിട്ട് നോക്കാം അല്ലേ. ഗൈസ് ഇതാ ഞാൻ പോണ ബസ്. ഓക്കെ ഗൈസ്, ബൈ. കല്യാണത്തിനെ കാണാം. ബൈഡാ, സൂപ്പറായിരിക്കും. ലണ്ടനിൽ പോയിട്ട് അടിച്ചു കൊടുക്കും. ചേരട്ടെ കേട്ടോ, ചേരട്ടെ. You at okay. ഒരു ടൈം ചെന്നൈന്ന് പണ്ട് വന്നിട്ടായിരുന്നു. ഈ കട്ടനൊക്കെ അടിച്ചല്ലേ ജിജാജി. സോളോ പെർഫോമൻസ്. ഓക്കെ, നമ്മൾ ഇറങ്ങട്ടെ, ടെൻഷൻ ആവണ്ട കേട്ടോ. ബൈ ഗൈസ്. ഇങ്ങനെ അവര് വന്ന് തുറന്നു നോക്കൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെയാ, ശരി, ഓക്കെ. ബൈ ഗൈസ്, ലവ് യു. യെസ്, ബൈ ബൈ. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് അല്ല സെക്കൻഡ് സ്ലീപ്പർ ബസ് സംഭവം കിട്ടുവാണ്. എന്താ ഓ വൈബായിട്ടുണ്ട്, കിടന്നുറങ്ങി വരാം. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. നാളെ രാവിലെ മലപ്പുറത്തിട്ട് കാണാം. അപ്പം നമ്മുടെ ചെന്നൈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഓൾമോസ്റ്റ്. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് നിർത്തും, നമുക്ക് ടോയ്ലറ്റിക്കൊക്കെ പോകണമെങ്കിൽ പോവാം, ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം പുറത്ത് പോയിട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 12 മണിക്കൂർ സുഖമായി കിടന്നുറങ്ങുക, അവിടെ എത്തും. അപ്പോൾ തങ്കു വരും. അപ്പം ഇനി ഒരു സുഖമില്ല.